ചത്തുപൊങ്ങിയത് ഒരു കൂട്ടക്കൊല തന്നെയാണെന്നുറപ്പിക്കാവുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വേനലിൽ ജൈവമാലിന്യം അടിഞ്ഞ് ജലത്തിലെ ഓക്സിജൻ താഴ്ന്നത് മൂലമാണെന്ന വാദങ്ങളെല്ലാം തള്ളുന്നതാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. രാസമാലിന്യമാണ് മീനുകൾ ചാവാൻ കാരണമെന്നതിന് ഒരു ഡസനോളം തെളിവുകളും ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ആരാണ് പെരിയാറിൽ വിഷം കലക്കിയത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. സംസ്ഥാന നിയമസഭ 2 ദിവസത്തെ വ്യത്യാസത്തിൽ 100% വിരുദ്ധമായ 2 ഉത്തരങ്ങളാണ് മേശപ്പുറത്ത് വന്നത്. ഒന്ന് ജൂൺ 10-നും ഒന്ന് ജൂൺ 12-നും. ആദ്യത്തേത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. അത് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ സഭയിൽ അവതരിപ്പിച്ചു. പെരിയാറിൽ മത്സ്യം ചത്തുപൊങ്ങാനുള്ള കാരണം ജലത്തിലെ ഓക്സിജൻ അഥവാ പ്രാണവായു കുറഞ്ഞത് എന്നായിരുന്നു ആ റിപ്പോർട്ട്. 4 മില്ലിഗ്രാം ഓക്സിജൻ വേണ്ടിടത്തുണ്ടായിരുന്നത് 1.14 മില്ലിഗ്രാം മാത്രമാണ്. ഇതിന് കാരണം പാതാളം റെഗുലേറ്റർ അടഞ്ഞുകിടന്ന വേനലിൽ ജൈവമാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നു. അതിനാൽ ഓക്സിജൻ നില താഴ്ന്നു. റെഗുലേറ്റർ തുറന്നപ്പോൾ ഈ വെള്ളം ഒഴുകി വരികയും മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്തു. ഇതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖ്യമന്ത്രിയെ അറിയിച്ചതിന്റെ രത്നച്ചുരുക്കം. രാസമാലിന്യം കലർന്നിട്ടില്ല എന്നുകൂടി മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് പറഞ്ഞുവെച്ചു. ശുദ്ധീകരിച്ച ശേഷം പെരിയാറിലേക്ക് ജലമൊഴുക്കാൻ അനുവാദം 5 സ്ഥാപനങ്ങൾക്കാണ്. ഈ 5 സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം ഒഴുക്കിയിട്ടേയില്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞതായാണ് ഈ റിപ്പോർട്ട് പറഞ്ഞു വച്ചത്. ഇനിയാണ് നിയമസഭയിൽ തന്നെ ട്വിസ്റ്റ്. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ജലസേചന വകുപ്പിന്റെ മറുപടി സഭയുടെ മേശപ്പുറത്ത് വച്ചു. അതിൽ ഒരു കാര്യം തീർത്തു പറഞ്ഞു: രാസമാലിന്യം കലരാതെ ഇത്രയും വലിയൊരു കൂട്ടക്കുരുതി ഉണ്ടാകില്ല. വെള്ളത്തിലുണ്ടായിരുന്ന ജൈവ മാലിന്യങ്ങളാണ് കാരണമെങ്കിൽ പരമാവധി 2 കിലോമീറ്ററിനുള്ളിൽ മത്സ്യക്കുരുതി അവസാനിക്കണമായിരുന്നു. ഇത് 15 കിലോമീറ്റർ അകലെ പനമ്പുകാട് വരെയാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ഇതിനൊക്കെ അപ്പുറം നിർണായകമായ ഒരു നിരീക്ഷണവും ആ ഉത്തരത്തിലുണ്ടായിരുന്നു. പാതാളം പണ്ട് തുറക്കുന്ന സമയം അറിഞ്ഞ് ആ സമയത്ത് തന്നെ ഏതോ വ്യവസായശാലയിൽ നിന്ന് രാസമാലിന്യം തള്ളിയിരിക്കാം എന്നായിരുന്നു ജലവകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. രാസപരിശോധനാ ഫലം വരാതെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയെ അറിയിച്ചു. ഇപ്പോൾ ആ രാസപരിശോധനാ ഫലമാണ് പുറത്തു വന്നത്. അതിലാണ് ഏറെ ഭയപ്പെടുത്തുന്ന വിവരമുള്ളത്. CMFRI വിഷസാന്നിധ്യം ഉറപ്പിച്ചത് പല നിഗമനങ്ങളിലൂടെയാണ്. ചത്ത മീനുകളുടെ കരളിന് തകരാറുണ്ടായിരുന്നു, ചെകിളകൾ പഴുത്തിരുന്നു, ചെതുമ്പലുകൾ അടർന്നുപോയി, വൃക്കയിലും പിത്തസഞ്ചിയിലും മൂത്രസഞ്ചിയിലും വിഷാംശമുണ്ടായിരുന്നു. ജലത്തിൽ അമോണിയ നൈട്രജന്റെയും ഫോസ്ഫറേറ്റിന്റെയും അളവ് വളരെ കൂടുതലായിരുന്നുവെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. മുളവുകാട്, ചിറ്റൂർ, ചേരാനല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധനയ്ക്കെടുത്തത്. പാതാളം ബണ്ടിൽ നിന്ന് എത്രയോ കിലോമീറ്റർ താഴെ വരെയാണ് ഈ രാസമാലിന്യം ഒഴുകിയെത്തിയത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അത് മത്സ്യസമ്പത്തിനുണ്ടാക്കിയ നാശം മാത്രം എടുത്താൽ മനസ്സിലാകും ഗുരുതരാവസ്ഥ. മീൻകൂടുകളിൽ മാത്രം 7 കോടി രൂപ വില വരുന്നവ ചത്തുപൊങ്ങിയെന്നാണ് മത്സ്യവകുപ്പിന്റെ കണക്ക്. 150 മീൻകൂടുകളിലെ മീനുകളാണ് ഒറ്റയടിക്ക് ഇത്തരത്തിൽ ചത്തത്. ഇതിനു പുറമെ കായലിലും പുഴയിലും ഉണ്ടായിരുന്ന 10,000-കണക്കിന് മീനുകൾ. എത്ര ആയിരങ്ങളുടെ ഉപജീവനമാണ് ഒറ്റയടിക്കില്ലാതായത്? ഇതിനൊക്കെ പുറമെ ഈ വെള്ളത്തെ ആശ്രയിക്കുന്ന നഗരവാസികളുണ്ട്. ആരാണ് ഈ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടത്? പരിസ്ഥിതി മലിനീകരണമൊക്കെ വികസനത്തോടൊപ്പം കിട്ടുന്ന എന്തോ സ്വാഭാവിക കാര്യമാണെന്ന മനോഭാവം ഇനിയും മാറിയിട്ടില്ലേ? മലിനീകരണ നിയന്ത്രണ ബോർഡും ജലവകുപ്പും 2 റിപ്പോർട്ടുകൾ നൽകിയത് മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി കാണേണ്ടതില്ല. കാലങ്ങളായി ജലവകുപ്പ് പറയുന്നതിനെ എല്ലാം ഖണ്ഡിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിന് രാസമാലിന്യം കലർന്ന നിറം മാറുമ്പോഴൊക്കെ 2 തരം റിപ്പോർട്ടുകളാണ് സഭയിൽ വരിക. പൊതുജനത്തോട് എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളവർ നൽകുന്നതാണോ ഇത്തരം റിപ്പോർട്ടുകൾ? ആ സ്ഥാപനത്തിന് വ്യവസായങ്ങളോട് മാത്രമാണ് വിധേയത്വമെന്ന് എത്രയോ വർഷങ്ങളായി പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നതാണ്.
മലിനീകരണ നിയന്ത്രണ ബോർഡിന് അറിയില്ലെങ്കിലും ജലസേചന വകുപ്പ് കൃത്യമായി ചിലത് എഴുതി വച്ചിട്ടുണ്ട്. പാതാളം റെഗുലേറ്റർ തുറക്കുന്നതിന് 10 മണിക്കൂർ മുൻപ് തന്നെ മീനുകൾ ചാവാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ജൈവമാലിന്യമാണ് കാരണമെങ്കിൽ തുറന്നതിനു ശേഷം മാത്രമല്ലേ കൂട്ടക്കുരുതി സംഭവിക്കുമായിരുന്നുള്ളൂ. ഏലൂക്കരയിൽ ജല അതോറിറ്റിയുടെ വാട്ടർ പമ്പ് ഹൗസ് ഉണ്ട്. അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല. ഏലൂക്കരയ്ക്കും പാതാളം ബണ്ടിനും ഇടയിലാണ് മാലിന്യം തള്ളിയത് എന്ന കാര്യം ഇതോടെ തന്നെ വ്യക്തമായി. ഈ ദൂരപരിധിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ തന്നെ കണ്ടെത്താം ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദികളെ. അതിനെന്താണ് അമാന്തം എന്ന ചോദ്യത്തോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും. നമസ്കാരം.